എനിക്കതിൽ ഉത്തരയേ ഉള്ളൂ, അമ്മ. നമ്മളൊക്കെ നമ്മുടെ കൈ ഇങ്ങനെ ചുട്ട് നീറുമ്പോഴും അമ്മയുടെ ശരീരത്തിലും തൊട്ടാൽ മതി, ഉമ്മയുടെ ശരീരത്തിലും തൊട്ടാൽ മതി, എല്ലാ വേദനയും എവിടെ പോകണമെന്നറിയില്ല. അവസാനം കണ്ണടയ്ക്കുമ്പോൾ ആ കണ്ണിൽ നിറയെ അമ്മയുടെ മുഖം നിറഞ്ഞു നിൽക്കണം. അവസാനത്തെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഇനി ശ്വാസം എടുക്കുന്നില്ല, അവസാനത്തെ ശ്വാസമാണ്. ആ ശ്വാസത്തിൽ നിറയെ അമ്മയുടെ മണം വേണം. മക്കൾക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു ഗന്ധമുണ്ട് അമ്മയ്ക്ക്. ഓരോ അമ്മയ്ക്കുണ്ട് മക്കൾക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു ഗന്ധം. ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ ഉമ്മയാണ് എന്ന് നമ്മളെ തിരിച്ചറിയിക്കുന്ന ആ ഗന്ധം. അവസാനം അമ്മയുടെ മണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അവസാനം കേൾക്കുന്ന സ്വരം അമ്മയുടെ ആവണം. നമ്മളൊക്കെ ഒരുപാട് പാടി ഉറക്കിയിട്ടുണ്ടല്ലേ അമ്മ, അല്ലേ? അവസാനം കേൾക്കുന്ന സ്വരം അമ്മയുടെ ആവണം. പക്ഷെ മക്കളെ കേട്ടോ, ഒരമ്മയും സമ്മതിക്കൂല. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അവരുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അവരെ ജീവിച്ചിരിക്കുക, അവരുടെ മക്കളെ നഷ്ടപ്പെടാൻ ഒരമ്മയും സമ്മതിക്കൂല. അതാണ് അമ്മ. ജപ്പാനില് വലിയൊരു ഭൂകമ്പം നടന്നു. നിങ്ങൾക്കത് അറിയില്ല. കുറച്ച് മുമ്പാണ് ആ ഭൂകമ്പം നടന്നപ്പോ ഒരുപാട് കെട്ടിടങ്ങൾ നിലംപൊത്തി, ഒരുപാട് പേര് മരിച്ചു. പോലീസും പട്ടാളവും രക്ഷാപ്രവർത്തകരും ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ആദ്യത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് മരിച്ചവരെ പെട്ടെന്ന് എടുത്തുകൊണ്ടുപോയി സംസ്കരിക്കലല്ല, ജീവനുള്ള ആൾക്കാരെ, പരിക്ക് പറ്റിയവരെ പെട്ടെന്ന് എടുത്തുകൊണ്ടുപോയി അവരെ പരിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, ചികിത്സ കൊടുക്കുക. പോലീസും പട്ടാളവും ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. അതിലിടയ്ക്ക് മരിച്ചു കിടക്കുന്നവരുണ്ട്, ശവശരീരങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തും ആ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ അപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ഒരു സ്ത്രീ. നമ്മൾ നിസ്കരിക്കൂലേ അതുപോലെ രണ്ട് കയ്യും വെച്ചിട്ട് നമസ്കരിക്കുകയാണ് ഒരു സ്ത്രീ. അപ്പൊ അവര് കയ്യോ, ഈ സ്ത്രീ ഇപ്പോഴും നമസ്കരിക്കുകയാണ്. ഇവിടെ പരിക്ക് പറ്റാത്ത ആരുമില്ല, ജീവനുള്ള എല്ലാവർക്കും പരിക്കുണ്ട്, അവർക്കും പരിക്കുണ്ടാവാം. പക്ഷെ അവരപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, അവർ രക്ഷിക്കണം എന്ന് കരുതി. തിരിച്ചു വന്ന് അവരെ ആ സ്ത്രീയെ എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി കടത്തിയപ്പോഴാണ്, അല്ല ആ സ്ത്രീയെ തൊട്ടപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ജീവനില്ല, മരിച്ചു കിടക്കുക. അയ്യോ, മരിച്ചവരെ നോക്കാനുള്ള സമയം അല്ലല്ലോ ഇത്, ഇട്ടേച്ച് പോരെ, ഇട്ടേച്ച് പോവും. ഒരു 10 സ്റ്റെപ്പ് നടക്കുമ്പോഴും ഇതിലൊരാള് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ കിടക്കണേ, ഇവിടെ കിടക്കുന്ന ശവശരീരങ്ങളെല്ലാം ഇങ്ങനെയല്ലല്ലോ കിടക്കുന്നേ, അത് നോക്കണമല്ലോ എന്ന് കരുതി തിരിച്ചു വന്ന് ആ സ്ത്രീയെ എടുത്ത് നിവർത്തി കിടത്തിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ തലയുടെ മുകളിൽ വലിയൊരു സ്ലാബ് വന്ന് വീണ് തലയുടെ പകുതി ഭാഗം അടർന്നു പോയിരിക്കുന്നു, തലച്ചോറ് ചിതറിപ്പോയിരിക്കുന്നു. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് അത് കാണാത്തത്. പക്ഷെ അങ്ങനെ തലച്ചോറ് ചിതറിപ്പോയി തല പകുതി നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴും അവർ മാറോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഒരു കമ്പിളി പതപ്പിൽ പൊതിഞ്ഞ ഒരു സാധനം ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നു. വളരെ പ്രയാസപ്പെട്ട് ഈ കൈ ഇങ്ങനെ അടർത്ത് മാറ്റിയിട്ട് ഈ കമ്പിളിപ്പുതപ്പ് പുറത്തെടുത്ത് നിവർത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ കമ്പിളിപ്പുതപ്പിനകത്ത് 1-2 മാസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ്. അവനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ, അവൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവിടെ നടന്ന കോലാഹലങ്ങളൊന്നും അവൻ അറിയില്ല. അവൻ താമസിച്ച കെട്ടിടം നിലം പൊത്തിയത് അവൻ അറിയില്ല. അവനൊന്നു മാത്രം അറിയാം, അവൻ ദാഹിച്ച് കരയുമ്പോ, വിശന്ന് കരയുമ്പോ ആ കരച്ചിൽ കേൾക്കുന്ന മാത്രയിൽ ഓടിയെത്തുന്ന ഒരാളുണ്ടായിരുന്നു. ഓടിയെത്തും, എവിടെയാണെങ്കിലും ഓടിയെത്തി അവനെ കോരിയെടുത്ത് അവരുടെ മാറിലെ അമൃത കുംഭങ്ങളോട് അവനെ ചേർത്ത് വെച്ച് അവന്റെ ചുണ്ടിലേക്ക് അമൃത് പകർന്നു കൊടുത്തിരുന്ന ഒരു അമ്മയുണ്ടായിരുന്നു, ഒരു ഉമ്മയുണ്ടായിരുന്നു അവന്. ആ ഉമ്മ മരിച്ചു പോയിരിക്കുന്നു എന്നും അവൻ അറിയില്ല. കാരണം ആ സ്ലാബ് വന്ന് തലയിൽ വന്ന് വീണ് തല പിളർന്നു പോയപ്പോഴും ആ തലച്ചോറ് ചിതറിപ്പോയപ്പോഴും ആ അമ്മ ആ പിടിവിട്ടില്ല. ആ അമ്മ പറഞ്ഞു, മരണം വേണമെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോ, പക്ഷേ എന്റെ കുഞ്ഞിനെ ഒരു മരണത്തിനും ഞാൻ വിട്ടുതരില്ല. ആ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, മോനെ നീ രക്ഷപ്പെടും, നീ ജീവിച്ചിരിക്കുമ്പോഴും നീ ഓർക്കണം, നിന്റെ അമ്മ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മക്കളെ, ആ അമ്മയുടെ ആ ഉമ്മയുടെ ഒരു തുള്ളി കണ്ണീര് പോലും നമ്മൾ കാരണം ഈ ഭൂമിയിൽ വീഴാൻ ഇടവരരുത്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ആകെ ഒരു സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ഒരു വീഡിയോ ലോകമെമ്പാടും ഇപ്പോൾ 1 മാസം മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അമ്മയുടെ വില അറിയണമെങ്കിൽ ഓർത്തോളൂ. ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ മടി കടന്ന് മരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ വീട്ടില് എൻ്റെ അമ്മയുടെ ബെഡിന്റെ അടിയില്, അമ്മ കിടക്കുന്ന തലയ്ക്കടിയില് ഒരു ഷർട്ടുണ്ട്. 52 വർഷം മുമ്പേ മരിച്ചുപോയ എൻ്റെ സ്വന്തം ജ്യേഷ്ഠന്റെ ഒരു ഷർട്ട് 52 കൊല്ലം മുമ്പ് മരിച്ചു പോയതാ.
ഇപ്പോഴും ആ ഷർട്ട് എൻ്റെ അമ്മയുടെ ബെഡിനടിയിലുണ്ട്. ഈ വിഷു ഒക്കെ വരുമ്പോൾ, ഞങ്ങൾ വിഷു ആഘോഷിക്കുന്നവർക്ക് വിഷു വരുമ്പോൾ വിഷു കണി കാണുക എന്ന് പറയും. ആ കണി കാണാൻ രാവിലെ 3:30 മണിക്ക് ഞങ്ങൾ എണീറ്റ് കണി കണ്ട് ആദ്യം അമ്മ ഞങ്ങൾക്ക് വിഷു കൈനീട്ടം തരും. എല്ലാവരും അമ്മയുടെ മുന്നിൽ പോയിട്ട് ഇപ്പോഴും 80ാമത്തെ വയസ്സിലും ഒരു പൈസ അമ്മ കയ്യിൽ തരും. നമ്മുടെ കാലിൽ തൊട്ട് വന്ദിച്ച് ആ വിഷു കൈനീട്ടം വാങ്ങണം. ആ വിഷു കൈനീട്ടം അമ്മ തരുമ്പോ ആദ്യം ഒരു 100 രൂപ നോട്ടെടുത്ത് ആ 5 വയസ്സിൽ മരിച്ചുപോയ എൻ്റെ ഏട്ടൻ്റെ ആ ഷർട്ടിനുള്ളിൽ ആ 100 രൂപ നോട്ട് വെച്ചു കൊടുത്തതിന് ശേഷമാണ് ഇന്നും അമ്മ ഞങ്ങൾക്ക് വിഷു കൈനീട്ടം തരുന്നത്. 52 വർഷമായി. അതാണ് അമ്മ, അതാണ് ഉമ്മ. നമ്മളെക്കുറിച്ച് അവർക്കുള്ള പ്രതീക്ഷ അത്ര വലുതാണ്. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ അമ്മയുടെ ഉമ്മയുടെ ഒരു തുള്ളി കണ്ണീര് പോലും നമ്മൾ കാരണം ഈ ഭൂമിയിൽ വീഴാൻ ഇടവരരുത്. അമ്മയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം അച്ഛനുമുണ്ട്. ഒരു പൊടി പ്രാധാന്യം അമ്മയ്ക്കാണ് കൂടുതൽ. അതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തോട് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോ ശിഷ്യനോട് പറയുന്ന മറുപടി ഉണ്ട്. അല്ലയോ പ്രവാചക, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ആരോടാ? നിന്റെ മാതാവിനോട്. രണ്ടാമത് ചോദിക്കും, അടുത്തത് നിന്റെ മാതാവിനോട്. മൂന്നാമത് ചോദിക്കും, അടുത്തത് നിന്റെ മാതാവിനോട്. നാലാമത് ചോദിച്ചപ്പോൾ മാത്രം പറയണേ നിന്റെ പിതാവിനോട്. അതുകൊണ്ട് മനോഹരമായ മനസ്സിന്റെ ഉടമകളായിട്ട് നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ വളരുക. ഒരു പ്രലോഭനം ആര് വന്ന് എന്ത് പ്രലോഭനം തന്നാലും ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. അവരോട് നിവർന്ന് നിന്ന് പറയണം, നിപ്പോ മോനെ ദിനേശ, ഞങ്ങൾ വിവേകമുള്ള മക്കളാണ്, ഞങ്ങൾ പഠിക്കുന്ന മക്കളാണ്, ഞങ്ങളെ വീഴ്ത്താൻ നിങ്ങൾ നോക്കണ്ട. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മക്കളെ പറയട്ടെ, അങ്കിളിന് ഇനി കുറച്ചു കാലേ ഉള്ളൂ. ആയുസല്ലട്ടാ, ആയുസിനെ കുറിച്ചല്ല പറഞ്ഞ്. റിട്ടയർ ചെയ്യാൻ ഒരു 4-5 കൊല്ലം അത്രയേ ഉള്ളൂ. അത് വലിയ കാലാ. പോട്ടെ, ഇനിയിപ്പോ ആ സമയത്താകുമ്പോഴേക്ക് നിങ്ങളൊക്കെ മക്കളല്ലേ, ആ സമയമാകുമ്പോഴേക്ക് നിങ്ങളുടെ ആ ഒരു പഠനകാലം അത് മതി. +1കാർക്കൊക്കെ ആ സമയം മതി, ആ 4 കൊല്ലം. പക്ഷെ ഒക്കെ റിട്ടയർ ചെയ്തിട്ട് അങ്കിള് പാലക്കാട് ടൗണിലൂടെയോ പട്ടാമ്പിയിലൂടെയോ വളാഞ്ചേരിയിലൂടെയോ ഇവിടെ പോയിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പെൻഷൻ വാങ്ങാനോ എന്തിനോ ഇങ്ങനെ കിടക്കാൻ നിൽക്കുക, പെൻഷൻ വാങ്ങാൻ വേണ്ടി പോവാം. അപ്പൊ സീബ്ര ക്രോസിങ്ങിന് അവിടെ നിൽക്കുന്നു, കടക്കാൻ നോക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് ആരും നിർത്തി തരില്ലല്ലോ. ആ സംസ്കാരം നമുക്ക് ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞ ഒരു ബൈക്ക് ഇങ്ങനെ അത് കടക്കാൻ വയ്യാതെ ഞാൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. കയ്യിനും കാലിനും ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്, കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, വേദനയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഇന്നോവ പോലത്തെ ഒരു വണ്ടി അവിടെ വന്ന് നിന്നു. വലിയ ആശ്വാസമായി. ഒരാളെങ്കിൽ നിർത്തി തന്നല്ലോ. വേഗം കിടക്കാൻ നോക്കുമ്പോ പെട്ടെന്ന് അതിന്റെ സൈഡിലെ ഗ്ലാസ് താണു വരുന്നു. അതിന്റെ അടിയിൽ ഉള്ളുന്നൊരു വിളി, അങ്കിളെ ഒരു വിളി. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ വാഹനത്തിന്റെ മുകളിൽ റിവോൾവിംഗ് ലൈറ്റ് ഉണ്ട്, അടിയിൽ ഒരു എന്തോ പേര് എഴുതി വെച്ചിട്ട് എന്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടെ അകത്തുനിന്നൊരു നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, അങ്കിളെ. അപ്പൊ ഞാൻ പതുക്കെ ചെന്നു, അങ്കിളെ മനസ്സിലായോ? ഇല്ല അങ്കിൾ, അന്ന് 2024 ഞങ്ങളുടെ സ്കൂളിൽ അന്ന് വന്നപ്പോ ഓർമ്മയുണ്ടോ? ഒക്ടോബർ മാസം 31-ാം തീയതി ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്. അന്ന് അങ്കിൾ അവിടെ ക്ലാസ് എടുത്തില്ലേ? അന്ന് ആ ഇരുന്ന 100-200 കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു അങ്കിളെ. അതെയോ? സന്തോഷം അങ്കിളെ. ഞാനിപ്പോ പാലക്കാട് അല്ലെങ്കിൽ ഏത് സ്ഥലമാവട്ടെ, തൃശ്ശൂര് സബ് കളക്ടറാണ് അങ്കിളെ, സബ് കളക്ടറാണ് എന്ന് ഇതിൽ ഒരാളെങ്കിലും പറഞ്ഞാൽ, മക്കളെ, ആ മടങ്ങാത്ത കാല് വലിച്ചു മുറുക്കി ചവിട്ടിയിട്ട് ആ നടു റോഡിൽ വെച്ച് ഒരു വലിച്ചു മുറുക്കി ചവിട്ടി ഒരു സല്യൂട്ട് അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് തരും. ആ തരത്തിലേക്ക് നിങ്ങൾ വളരണം, ആ തരത്തിലേക്ക് നിങ്ങൾ ഉയരണം.